നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎയുടെ പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി പാലക്കാട് എത്തിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ സാബു ജേക്കബ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പം വേദിയിലുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. മലയാളത്തിലാണ് പ്രസംഗം ആരംഭിച്ചത്. ഇനി മാറാത്തത് മാറും, എപ്പോഴും പറയാറുള്ളത് പോലെ വികസന കേരളം എന്ന ഒരു കാര്യം ഉയർത്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി പാലക്കാട് ഒരു ആവേശമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി.ജെ.പി. പാളയത്തിൽ വലിയൊരു ആത്മവിശ്വാസവും ആവേശവുമാണ് പ്രധാനമന്ത്രിയുടെ വരവോടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സജീവമാവുകയാണ് പ്രധാനമന്ത്രി. ഇനിയും അദ്ദേഹം കേരളത്തിലേക്ക് വരും എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഇന്ന് പാലക്കാട് എത്തി, അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകും. എന്തായാലും പാലക്കാട് വലിയ ആവേശം തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ നിലവിൽ കോൺഗ്രസിന്റെ ഭരണമാണ്. നമുക്കറിയാവുന്ന പോലെ രാഹുൽ മങ്കൂട്ടത്തിൽ എം.എൽ.എ. ആണ് നിലവിൽ എം.എൽ.എ. ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും അതുപോലെ തന്നെ LDF-ന് വേണ്ടി റസാഖും അതുപോലെ BJP-ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനുമാണ് പാലക്കാട് മാറ്റുരയ്ക്കുന്നത്. ആര് കൊണ്ടുപോകും പാലക്കാട് എന്നൊരു ചോദ്യമായി നിൽക്കവെയാണ് BJP പാളയത്തിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ UDF-ന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അങ്ങനെ ഒരു ആരോപണം തുടക്കം മുതൽ തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ്. അത് BJP-ക്ക് ഗുണമാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇത്തരത്തിലൊരു ത്രികോണ പോരാട്ടമല്ല എന്തായാലും പാലക്കാട് നടക്കുന്നത്. UDF-ഉം BJP-യും തമ്മിലുള്ളൊരു നേർക്കുനേർ പോരാട്ടമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ UDF ആക്ഷേപിച്ചു കഴിഞ്ഞു. അതായത് LDF-ന്റെ സ്ഥാനാർത്ഥി ദുർബലനാണ് എന്നൊരു ആക്ഷേപം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് CPM അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നാണ് UDF-ന്റെ ആരോപണം. എന്തായാലും ഇത്തരത്തിലാണ് പാലക്കാടിലെ നിലവിലെ അവസ്ഥ. എന്തായാലും ശോഭാ സുരേന്ദ്രന് കൂടുതൽ കരുത്തു പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് എത്തിയ നരേന്ദ്രമോദി കോട്ട മൈതാനത്തെ NDA തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം അവിടെ ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുകയാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യം പാലക്കാടും അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ്. കേരളത്തെ വികസനത്തിന്റെ തേരിലേറ്റുമെന്ന വാഗ്ദാനം പ്രധാനമന്ത്രി പാലക്കാടുകാർക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും പാലക്കാട് പ്രധാനമന്ത്രി കയ്യിലെടുത്തിരിക്കുകയാണ്. അതേസമയം അതിനുശേഷം തൃശ്ശൂരിലേക്കാണ് അദ്ദേഹം അടുത്തു പോകുക. വൈകിട്ട് തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകും. അതിനിടെ ഇപ്പോൾ പൊതുസമ്മേളനം നടക്കുന്ന പാലക്കാട് കോട്ട മൈതാനത്തെ വേദിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ആരോപണം. വേദിയിലെ ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നുവെന്നാണ് ആരോപണം. ഉടൻ ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിച്ചു. ഓവർലോഡാണ് പുക ഉയരാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്തായാലും അത്തരത്തിലൊരു ആരോപണം, ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നൊരു ആരോപണം കൂടി നിലവിൽ അവിടെ നിന്നും ഉയരുന്നുണ്ട്. പാലക്കാട് കോട്ട മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ കഥകളി രൂപം നൽകി ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു സാബു ജേക്കബ്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ പൊതിയുന്ന സാഹചര്യം കൂടി ഉണ്ടായി. BJP-യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആക്കം കൂട്ടാനാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. പാലക്കാട് നേരെ തൃശ്ശൂരിലേക്ക് അദ്ദേഹം പോകും. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് കേരളത്തിൽ ജനങ്ങളുടെ മനോഭാവം NDA-ക്ക് അനുകൂലമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. LDF-ന്റെ UDF-ന്റെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരാണെന്നും പ്രധാനമന്ത്രി എക്സിൽ മലയാളത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇനി തൃശ്ശൂർ പരിപാടിയുണ്ട്. പാലക്കാട് പരിപാടി കഴിഞ്ഞ് അവിടേക്ക് പോകും. സ്വരാജ് റൗണ്ട് ജില്ലാ ആശുപത്രി പരിസരം മുതൽ ബിനി ടൂറിസ്റ്റ് ഹോം വരെയാണ് 900 മീറ്റർ ദൂരത്തിൽ റോഡ് ഷോ നടക്കുക. വരും ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രചാരണത്തിന് എത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.